Hi guys, welcome back to my channel. I am Dilshad. ലോക്ക്ഡൗണും അതുപോലെ മഴ ഇതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അകത്ത് തന്നെയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്, എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നമുക്ക് വർക്കുകളും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. കസ്റ്റമേഴ്സിനോടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ വർക്കല്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞ വർക്കാണ്. നമ്മൾ അത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ പറയുകയാണെങ്കിൽ ഇന്നോവയുടെ ക്രിസ്റ്റയുടെ വർക്കാണ്. ഇന്നോവ ക്രിസ്റ്റയിൽ നമ്മൾ സീറ്റ് മോഡിഫിക്കേഷൻ, അതുപോലെ കുറച്ച് ക്രോം ഐറ്റംസിൻ്റെ ഇൻസ്റ്റാളേഷൻ, അതുപോലെ DRL ഫോഗ് ലാംപ്സ്, പിന്നെ DRL ഹെഡ്ലൈറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. മാക്സിമം കോളുകൾക്ക് ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചില സമയങ്ങളിൽ. അപ്പോൾ മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എല്ലാവരും. മറ്റൊരു കാര്യം, നമ്മുടെ ഫേസ്ബുക്ക് പേജുകളെല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൽ കൂടുതൽ അപ്ഡേറ്റ്സ്, നമ്മുടെ ചാനലിനേക്കാൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അധികം സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ടൊയോട്ടോ ഇന്നോവ ക്രിസ്റ്റ ഇവിടെ റെഡിയാണ്. ഇത് വന്ന ദിവസത്തെ വണ്ടിയുടെ ഒരു ലുക്കാണ്. നമ്മൾ ക്രോം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, പിന്നെ ഇൻറ്റീരിയറിൽ വരുന്നത് നമ്മൾ സീറ്റിൻ്റെ മോഡിഫിക്കേഷൻസ്, അതുപോലെ ഡോർ ഹാൻഡിലൊക്കെ കുറച്ച് ക്രോം ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സീറ്റിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ലൊരു വിങ് സപ്പോർട്ടുള്ളൊരു ബക്കറ്റ് സീറ്റാണ് ഫ്രണ്ടിൽ രണ്ടും. ഇനി പുറകിൽ വരുമ്പോൾ ഒരു ലോങ് സീറ്റാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് ഗ്ലാസ്സിൽ വരുന്ന ആൻറ്റി ഗ്ലെയർ ഫിലിമാണ് ഇതിൽ ചെയ്യുന്നത്. 5 ഇയർ വാറണ്ടി കൊടുക്കുന്ന ഗാർ വയറിൻ്റെ ഒരു 49% ഹീറ്റ് കട്ടിങ് വരുന്ന ആൻറ്റി ഗ്ലെയർ ഫിലിമാണ് അതിൽ ചെയ്യുന്നത്. ഫ്രണ്ട് ഗ്രില്ല്, അതുപോലെ ബാക്കിൽ ടൈൽ ലൈറ്റിൽ വരുന്ന ക്രോം, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഗ്രില്ലിൽ നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞു ക്രോം ഫിനിഷിംഗ് ആയിട്ട്. അതുപോലെ വിൻഡോ ഗാർണിഷ് ഫുൾ കവർ ചെയ്യുന്ന ക്രോം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. വിൻഡോ ക്രോമിൻ്റെ സ്റ്റിക്കർ നമ്മൾ പറിച്ചിട്ടില്ല പുറത്തുള്ളത്, അത് പറിക്കേണ്ടതുണ്ട്. അത് ലാസ്റ്റ് നമ്മൾ ചെയ്യുള്ളൂ. അതുപോലെ ഡോർ ഹാൻഡിൽ, ഫിംഗർ ഗാർഡ് വരുന്ന ഡോർ ഹാൻഡിൽ ക്രോമാണ് നമ്മൾ കൊടുത്തത്. ഓൾറെഡി ഇതിൻ്റെ ഹാൻഡിൽ ക്രോമാണ്, പക്ഷെ നമ്മൾ ആ ചുറ്റും വരുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ക്രോമും പിന്നെ ഉള്ളിൽ വരുന്ന ഫിംഗർ ഗാർഡാണ് കൊടുത്തത്. ടൈൽ ലൈറ്റ് നമ്മൾ ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ വൈപ്പർ ബ്ലേഡിനും നമ്മൾ ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള കവർ കൊടുത്തു. അതൊരു 3 പീസായിട്ട് വരുന്ന ഒരു ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ ഫോഗ് ലാമ്പ് DRL ആഡ് ചെയ്തു. അതുപോലെ ഹെഡ്ലൈറ്റിനും DRL ആഡ് ചെയ്തു. ഫോഗ് ലാമ്പ് DRL മാത്രമല്ല, അതിൽ ഇൻഡിക്കേറ്റേഴ്സും വർക്കിംഗ് ആണ്. DRL ഹെഡ്ലൈറ്റിൽ വരുന്നത് ഈ ഒരു ഷേപ്പിലാണ്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അക്രിലിക് ടൈപ്പ് DRL ആണത്. അതിൻ്റെ ബമ്പർ കുറച്ച് പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ പെയിൻറ്റ് ചെയ്യാൻ നമുക്ക് ടൈം കിട്ടിയില്ല, ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫോഗ് ലാമ്പിൻ്റെയും DRLൻ്റെ ഒക്കെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഡെലിവറി ഡേ ആണ്. നമ്മൾ ബമ്പറെല്ലാം പാച്ച് ചെയ്തു, പക്ഷേ പെയിൻറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. ലോക്ക്ഡൗണിൻ്റെ തലേദിവസമായിരുന്നു ഇതിൻ്റെ ഡെലിവറി. ഫ്രണ്ട് ഗ്രിൽ ക്രോം ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ കവർ ചെയ്യുന്ന 5 പീസ് ക്രോമാണ് വരുന്നത്. അതുപോലെ സീറ്റ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വിങ് സപ്പോർട്ടെല്ലാം ഒന്നുകൂടി പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ ഹൈ സപ്പോർട്ട് കൊടുത്തു. ഡയമണ്ട് ഡിസൈൻ ടോപ്പ് ടു ബോട്ടം എൻഡ് വരെ കൊടുത്തു. അതുപോലെ ആംറസ്റ്റിന് സെയിം കളറിൽ തന്നെ നമ്മൾ അവിടെ ഒരു മെറ്റീരിയൽ കൊടുത്തു. പിന്നെ ഒരു 70 മാറ്റ്, സെയിം കളറിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു 70 മാറ്റ് ചെയ്തു. 70 മാറ്റിൻ്റെ എല്ലാം ഒരു ഫിനിഷിങ് ഇങ്ങനെയാണ് വരുന്നത്. സെൻറ്റർ സീറ്റും നമ്മൾ ഓൾമോസ്റ്റ് മോഡിഫൈ ചെയ്തു. ഒരു തൈ സപ്പോർട്ടെല്ലാം ചെറുതായി കൊടുത്തിട്ടുണ്ട്. മിഡിൽ റോയിൽ വരുന്ന 70 മാറ്റിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ ഇങ്ങനെയാണ്. ഒരു ആംബിയൻ ലൈറ്റിംഗ് കൂടി കൊടുത്തിരുന്നു ഡാഷ്ബോർഡിൽ.
വിൻഡോ ക്രോമിൻ്റെ സ്റ്റിക്കർ പറിച്ചിട്ടുള്ള ഒരു ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ആ സ്റ്റിക്കർ ആദ്യം പറിച്ചിരുന്നില്ല. പുറകുവശത്ത് നമ്മൾ ഒരു ക്രോമും കൂടി ആഡ് ചെയ്തിരുന്നു. ടൊയോട്ടയുടെ ലോഗോയുടെ ചുറ്റുമായിരുന്നതും പിന്നെ നമ്പർ പ്ലേറ്റിനുള്ള ഒരു യു ഷേപ്പ്, അതുപോലെ റിഫ്ലക്ടർ LED ചെയ്തു ബാക്ക് ബമ്പറിൽ വരുന്നത്. ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ക്രിസ്റ്റയുടെ ആ ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത്. ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ കയ്യിലുള്ളവർക്കും ഇതുപോലുള്ള വർക്കുകൾക്കായിട്ട് നമ്മളെ സമീപിക്കാവുന്നതാണ്. ഇനി വരാൻ പോകുന്ന വർക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒരു ടാറ്റ ടിയാഗോയിൽ ഡാമ്പിങ് ചെയ്തതിൻ്റെ വർക്കുണ്ട്. അതുപോലെ ആൾട്രോസ് നെക്സോൺ XMS ഈ 2 വെഹിക്കിൾസിൽ ചെയ്ത വർക്കുകളുണ്ട്. അപ്പോൾ ഇത്തരം വർക്കുകളൊക്കെ ഇനി വരാനുണ്ട്. തീർച്ചയായിട്ടും ഇനി 2-3 ദിവസങ്ങളിലായിട്ടുള്ള ഇടവേളകളിൽ നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും തിരിച്ചു വരാം. അതുവരെ see you, bye.